നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ, വളരെ ചെറിയൊരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെയിലി റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ടൈപ്പ് സാരി. ഹാൻഡ്ലൂം കോട്ടൺ ആണ്. നല്ല എന്നാ പറയുന്നത്, ഉടുക്കാനും കൊണ്ട് നടക്കാനും ഉപയോഗിക്കാനും ഒക്കെ നല്ല കംഫർട്ടാണ്, സുഖമാണ്. അതുപോലെ തന്നെ കണ്ടാൽ നല്ലൊരു വൃത്തിയാണ്. അതാണ് ഹാൻഡ്ലൂം കോട്ടൻ്റെ ആരാധകർ ധാരാളം ഉണ്ടല്ലോ. ഇതിനകത്ത് ഇതിപ്പോൾ സ്റ്റാർച്ച് ഇട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, സ്റ്റാർച്ച് ഇടാതെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ സ്റ്റാർച്ച് ഇല്ലാതെ തന്നെയാണ് വരുന്നത്. അങ്ങനെയാണ് ശരിക്കും അത് ഉപയോഗിക്കേണ്ടത്. ഇതുണ്ട് നല്ല വൈറ്റിൽ ചെക്ക് ഡിസൈൻ എന്ന് പറയുന്ന ഈ പണ്ടാരണ്ട് പറഞ്ഞ പോലെ എവർഗ്രീൻ ആണല്ലോ. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ചെക്ക് ഇവിടെ ഒരു കളർ ഇവിടെ ഒരു കളർ, അങ്ങനെയൊക്കെ ചെക്കിൻ്റെ വിവിധ ഇത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ചെക്ക് ഡിസൈൻ മോഡലായി വരുന്നത്. ഇപ്പോൾ വീണ്ടും നല്ല ചെക്ക് ഡിസൈൻ എന്നും ഒരിക്കലും ഒരു എന്നാ പറയുന്നത് ഫാഷൻ പോകത്തില്ല, അതിൻ്റെ ട്രെൻഡ് പോകത്തില്ലാത്ത ഒരു ഐറ്റമാണ്. പ്രായഭേദമന്യേ ഇതാണ്. പ്രത്യേകിച്ച് മുന്താണി കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഇങ്ങനെ തന്നെ. വൈറ്റ് കൂടെ ഒരു പിങ്ക് കളറ്, പിങ്ക് ഇവിടേക്ക് ബോർഡറിന് വരുമ്പോൾ ഡാർക്ക് പിങ്ക്, വിത്ത് വരുമ്പോൾ ലൈറ്റ് പിങ്ക്. ബ്ലൗസ് സെൽഫ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സെൽഫല്ല, ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്ലൗസിൻ്റെ അവിടെ വരുമ്പോൾ ലൈൻസ് ആയിട്ടാണ്, മറ്റേ ചെക്കായിട്ടല്ലേ വരുന്നത്. അതിലും കുറച്ചും കൂടെ ഞാൻ നോക്കിയിട്ട് നല്ലത് ഇച്ചിരി എടുപ്പ് ചിലപ്പം ഈ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുന്നതായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിടാം. എന്തായെന്ന് പറഞ്ഞാലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വളരെ സുഖമാണ്. ഇത് പിടിക്കുമ്പോൾ അത് ഭയങ്കര സുഖമാണ്. പിന്നെ കാണാനും നല്ലൊരു വൃത്തിയാണല്ലോ. നമുക്ക് ഏത് ഒക്കേഷനിലും വലിയ ഫങ്ഷൻ വെയർ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ഡെയിലി ഓഫീസ് വെയർ ആയിട്ടോ ചർച്ച് വെയർ ആയിട്ടോ വെറുതെ പുറത്ത് പോകുമ്പോഴോ ഒക്കെ എടുക്കാം നല്ല സാരി. ഇതിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്റ്റോക്ക് ഇല്ല, അതാണ് ഏറ്റവും ഒരു പ്രശ്നം. ഇതെന്നാന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു സാരിയുടെ 10 അല്ലെങ്കിൽ ഒരു 15 പീസ് കിട്ടണമെങ്കിൽ 15 ബണ്ടിൽ എടുക്കണം. അപ്പം എപ്പോഴും വരുന്ന ഡെയിലി സാരിക്കൊന്നും അങ്ങനെ 15-20 ബണ്ടിലൊന്നും നമ്മൾ എടുക്കത്തില്ല. യൂണിഫോം ആയിട്ട് വരുന്ന ഐറ്റം അല്ല ഇത്. അതുകൊണ്ട് നമ്മൾ ഇതിന് സ്റ്റോക്ക് കുറവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വേണമെങ്കിൽ അപ്പം തന്നെ ചൂസ് ചെയ്യുക. പിന്നീട് ചിലരെങ്ങനെയാണെന്നറിയാം, വേണമെന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ ക്യാഷ് ഇടുന്നത് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും. അപ്പോഴത്തേനും എന്നെ എടുക്കും, അത് തീർന്നു പോകും. ക്യാഷ് ഇട്ടാൽ മാത്രമേ അത് കൺഫേംഡ് ആവുള്ളൂ ബുക്കിങ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നല്ല പ്യുവർ വൈറ്റിലായതുകൊണ്ട് നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയാട്ടോ, നല്ല വൃത്തിയാണ് പറയാൻ. അതിനുള്ള റേറ്റും അല്ലേ ഉള്ളൂ, ഉടുക്കാനും നല്ലതാണ്. പിന്നെ ഉണ്ടല്ലോ സാരി ഫോൾ വെക്കണേ ഉറപ്പായിട്ടും. ഹാൻഡ്ലൂമിൻ്റെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സാരി ഫോളും കൂടെ, ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്ന കൂട്ടത്തിൽ സാരി ഫോളും കൂടെ വാങ്ങിച്ച് കൊടുത്തിട്ട് ഉടുക്കണം. ഇപ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയാവോ. ഇതിപ്പോൾ വന്നിട്ട് ബീട്രൂട്ടും പീച്ചും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. നല്ലൊരു കളറാണ്. എന്താ മുന്താണി എന്ന് പറയാനില്ല, മുന്താണിയുടെ ഒരു ടാസിൽ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഹാൻഡ്ലൂം കോട്ടൻ്റെ ആ ഒരു നല്ലൊരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റാർച്ച് ചെയ്ത് ഉടുക്കുന്നതല്ല ശരിക്കും പറയാം. നമ്മുടെ സെമി ലിനൻ്റെ സാരിയൊക്കെ വരുമ്പോൾ നമ്മൾ ചിലർക്ക് അങ്ങനെ സ്റ്റാർച്ച് ചെയ്താലേ ഇഷ്ടമുള്ളൂ. പക്ഷേ ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് സ്റ്റാർച്ച് ചെയ്യാതെ ഉടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ബോട്ടിൽ ഗ്രീനും ഒരു ലൈറ്റ് പീച്ചും ഡാർക്ക് പീച്ചും എല്ലാം കൂടി വളരെ കുറച്ച് സാരി ഉള്ളെങ്കിലും ഉള്ളത് നല്ല സൂപ്പർ സാരി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഡെയിലി പോകുന്നവർക്കെല്ലാം ചുമ്മാ സാരി, ഞാൻ പണ്ട് പറയുന്നത് അങ്ങനെ ഒരു പേരായിരുന്നു, ചുമ്മാ സാരി എന്ന്. അത് പറഞ്ഞ പോലെ ചുമ്മാ സാരി ആ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. ബ്ലാക്കും റെഡും കണ്ട. ഒരു കളർ കിട്ടിയില്ല, നിങ്ങൾ ചോദിച്ചിട്ട് ഒരു കളർ കിട്ടിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്കൻഡ് ചോയ്സ് ഏതാണെങ്കിലും അത് ചോയ്സ് ചെയ്യുക. അതേ പറയാൻ പറ്റുള്ളൂ. റീസ്റ്റോക്ക് വരാൻ ചാൻസ് തീരെ ഇല്ല. കാരണം ഇങ്ങനത്തെ സാരികളൊക്കെ എപ്പോഴും ഇതിൻ്റെ വേറെ മോഡലായിരിക്കും വരുന്നത്. ഹാൻഡ്ലൂം ഒക്കെ എന്ന് പറഞ്ഞാലേ എപ്പോഴും ഒരേ സാരി ആയിരിക്കില്ല, ഇതിൻ്റെ വേറെ മോഡലുകൾ, ഒത്തിരി വെറൈറ്റി മോഡൽസ് ഹാൻഡ്ലൂമിൻ്റെ നമുക്ക് കളക്ഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സാരിയാണ്. കാരണം അവർക്കൊക്കെ ഒരു എന്നാ പറയുന്നത്, ഈ ലളിതം സുന്ദരം എന്ന് പറഞ്ഞ പോലത്തെ സാധനങ്ങളാണല്ലോ ഇഷ്ടം. അപ്പം അവർക്കൊക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സാരി. ഇതിപ്പോൾ റോയൽ ബ്ലൂവും ഒരു വാടാമുല്ല കളർ, ആലോചിക്കുന്നു
റോയൽ ബ്ലൂവും വാടാമുല്ല കളറും. ഇപ്പോൾ ഡെയിലി പോകണമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉടുക്കാനായിട്ട് നല്ല സാരി. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസാണ് അവർ എന്നും വേണ്ടവർ, അങ്ങനത്തെ സാരീസാണ് ചൂസ് ചെയ്യാറ്. ജോലിക്ക് പോകുന്നവരൊക്കെ ആണ്. അപ്പോൾ അവർക്ക് പറ്റുന്ന ധാരാളം സാരികൾ, ഹാൻഡ്ലൂം സാരികൾ വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് കാണിക്കാം. അതുകൊണ്ട് ഇത് തന്നെ സെയിം റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിച്ചാൽ റീസ്റ്റോക്ക് വരാൻ വളരെ ചാൻസ് കുറവാണ്. മിക്കതിനും അങ്ങനെ ചോദിക്കും റീസ്റ്റോക്ക് വരുമെന്ന്. അവർക്ക് അതിന് ഇഷ്ടപ്പെട്ട കളർ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ റീസ്റ്റോക്ക് കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഇതിന് ഞാൻ തന്നെ ഇപ്പോഴേ പറയുക, ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിച്ചോ. ഈ കളർ കാണുമ്പം എനിക്ക് എൻ്റെ ഞാൻ അതായത് 10ലൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു ഇത്, മജന്തയും പച്ചയും. എന്നിട്ട് പച്ച ടോപ്പ് മജന്ത ബോട്ടം, അല്ലെങ്കിൽ മജന്ത ടോപ്പ് പച്ച ബോട്ടം. എന്നിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല കട്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ, ഓവൽ ഷേപ്പിലാണ് ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനെന്തോ വേറൊരു പേരായിരുന്നല്ലോ പറയുന്നത്. അങ്ങനെ അന്നത്തെ ഹിറ്റായി. ഇപ്പോൾ കണ്ടോ അതൊക്കെ വന്നേക്കുന്നത്, നല്ല രസമല്ലേ, നല്ല എടുപ്പല്ലേ, ഭംഗിയാണ്. ഇത് ബ്ലൗസ് ഈ പറഞ്ഞ ഞാൻ ഓരോന്നിൻ്റെയും കാണിക്കാത്ത വേറെ ഒന്നുമല്ല കേട്ടോ, ലൈൻസാണ് ബ്ലൗസ്. ഇതുണ്ടോ ഇങ്ങനെ ലൈൻസാണ് ബ്ലൗസ് ഉണ്ടോ. അതിൽ നല്ലത് അത് ഇടുന്നെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ പച്ച ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇടുക. റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇടാം. ഇഷ്ടം പോലെ റെഡിമെയ്ഡ് ബ്ലൗസ് പ്ലെയിൻ കളർ വന്നിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വന്നിട്ടുമുണ്ട്. ഈ ഞായറാഴ്ച റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട്. ഇത് നല്ല പീക്കോക്ക് ബ്ലൂവും എല്ലാത്തിനും വാടാമുല്ല കളറിനാണ് കൂടുതലും കേട്ടോ വന്നിരിക്കുന്നത്. ഈ ചെക്കായിട്ട് വന്നിരിക്കുന്നത് നല്ലതല്ലേ, നല്ല ഭംഗിയാണ്. നല്ലൊരു എന്നാ പറയുന്നത്, സ്റ്റാൻഡേർഡ് ഒരു ലുക്കുണ്ട്. സ്റ്റാൻഡേർഡ് ലുക്കെന്നല്ല അതിന് പറയുന്നത്, ഒരു ലളിതമാണ്. പക്ഷെ കളറിൻ്റെ അടുപ്പല്ല ഞാൻ പറയുന്നത്, ആ സാരിയുടെ ഒരു സ്റ്റഫും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. നല്ലൊരു നമുക്ക് എന്താ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു വലിയ യാത്രയും കഴിഞ്ഞ് വന്നു വെച്ചുള്ള വീഡിയോ എടുപ്പായിരുന്നു. ഇപ്പം പകുതി ദിവസവും വീഡിയോ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാൻ വന്ന വേറൊരു കാര്യം, കുർത്തിയുടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്നുള്ള പാഴ്സൽ പിക്ക് ചെയ്യാൻ വളരെ ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് വരിക. അത് ഞാൻ എന്തിനാണ് പോയെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു ചുമ്മാ ഒരു യാത്ര പോകണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടം പോലെ അടിപൊളിയായിട്ടുള്ള ഫങ്ഷൻ വെയറും ഡെയിലി വെയറും എല്ലാം കെട്ടെല്ലാം കൂടെ വന്ന് ബണ്ടിൽസ് എല്ലാം വന്ന് ചാടിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ വീഡിയോയിൽ കാണിക്കാം. ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം. കുർത്തീസിൻ്റെ ഒരു വലിയ കളക്ഷൻസ്, പാർട്ടി വെയർ, സെമി പാർട്ടി വെയർ, ഹെവി പാർട്ടി വെയർ, ഡെയിലി വെയർ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു.